കാലിക്കറ്റിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞ് അഡ്സബർബിന് വരുന്ന ആ സമയത്ത് ബോംബെയിലേക്ക് വരുമ്പോൾ ആ ലാൻഡിങ് കുറച്ച് ബുദ്ധിമുട്ടാക്കി ഞങ്ങളെ. അത് മാത്രമൊരു പ്രശ്നം ഉണ്ടായിരുന്നു യാത്രയിൽ. അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. 1.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് നാട്ടിലെത്തിയത്. ഇതുപോലെ തന്നെയാണ് വീട്ടിലുള്ളവരും ഞങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുക. ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കാണുമ്പോഴുള്ള ആ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ ഇത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ലഗേജൊക്കെ എടുത്തു. അങ്ങനെ ഇനി അടുത്തത് നമ്മളെങ്ങോട്ടാ? വീട്ടിലേക്ക്. നമുക്ക് ഇവിടുന്ന് ടാക്സി വിളിക്കാം. നമ്മൾ ആരോടും പറയാതെ വരുന്നതായതുകൊണ്ട് തന്നെ കാറായിട്ടൊന്നും ആരുമില്ല. അപ്പം നമ്മൾ ടാക്സി വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഓട്ടോയിൽ പോകാമെന്നാണ് പറയുന്നത് അൻഷു. പക്ഷെ ഓട്ടോയിൽ ഇതെല്ലാം കൂടി കയറ്റാൻ കഴിയില്ലല്ലോ. അപ്പം നമുക്ക് കാർ വിളിക്കാം. നമുക്കുള്ള വണ്ടി വന്നു. നമുക്കത് ഓരോന്നായിട്ട് എത്തിച്ച് കയറ്റാം. ധന്യ മെല്ലെ വരണം എന്നൊക്കെ പ്ലാൻ ചെയ്താ. മെല്ലെ ഒളിച്ച് വരണം എന്നൊക്കെ അറിയട്ടെ. തെങ്ങൊക്കെ വെട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. വേണ്ട, ശരിക്ക് സർപ്രൈസ് ആയി. ശരി, ഇപ്പൊ ആരാ സർപ്രൈസ് ആയത്? ധന്യ ഇപ്പൊ ആരാ സർപ്രൈസ് ആയത്? ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വെറുതെ പോന്നതാണ്. പിന്നെ അമ്മേ, ധന്യക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായില്ലേ? അറിയോ? അറിയില്ല. അതുകൊണ്ട് എന്താ കാണാനായില്ലേ? എന്തൊക്കെയാണ് കഞ്ഞിയുടെ സമ്പന്തിയുടെ അറിയാത്ത അത് തുറന്നു നോക്ക്. വേറെ സർപ്രൈസ് പ്ലാൻ ചെയ്യാ. ഞാനും സർപ്രൈസ് പ്ലാൻ ചെയ്യാ. തുറക്ക്. ഇത് ശരിക്കും എനിക്ക് ഞെട്ടലായിപ്പോ. ഇവരിവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അൻഷു കണ്ടിട്ടായിരുന്നു. അഞ്ചു വന്നിട്ടാണ് കണ്ടേ. വെൽക്കം ഗ്ലാം ഫാമിലി ധന്യ. അപ്പൊ നിങ്ങൾ ഒത്തിട്ടുള്ള പരിപാടിയല്ലേ? ഇവര് മാത്രല്ല ഞാനും. നമ്മള് വിട്ട് അല്ല, എല്ലാരും എന്താ വെച്ചാൽ അമ്മമാരെയും അച്ഛന്മാരെയും സർപ്രൈസ് ചെയ്യില്ല. നേരെ തിരിച്ചു ആക്കണ്ടേ, ഒരു വെറൈറ്റി വേണ്ടേ? ആമി
കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ അപ്പൊ ഒന്ന് ഇതാക്കി മുറിച്ചേക്കാം. ഗാനേന്ന് കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പൊ ഓക്കെ അമ്മ മക്കളെ മുഴുവൻ കിട്ടണില്ല. ആമീനെ കിട്ടണില്ല. അത് കുഴപ്പമില്ല. അപ്പൊ ആദ്യം അതെ കേക്ക് കാണില്ല. കൊടുക്കാം. വലിയവർക്ക് ആദ്യം കൊടുക്കാം. കുട്ടികളെന്തായാലും ഇതിനിപ്പോ കഴിഞ്ഞിട്ട് പോയി. വന്നിട്ട് കൈ കഴിയില്ലല്ലോ. ഓ കഴുകി ഇതൊന്നല്ലാലോ കൊടുക്കടേ. തന്നെ ചാരത്തിന് കൊടുക്ക. ധന്യ അതിന്റെ ഇടയ്ക്ക് സീരിയലോ പ്ലാൻ ചെയ്തിട്ട് എന്തായിരുന്നു നിങ്ങളെ പ്ലാനിങ്? എന്തായിരുന്നു? എന്നിട്ട് ഞങ്ങള് ചെരുപ്പ് എവിടെ കൊണ്ട് വെച്ച് എല്ലാത്തിന്റെ ഉസ്താദ് ഇതാ ഈ ഇരിക്കുന്ന മഹാനാണ്. എന്നിട്ട് ചെരുപ്പ് അപ്പുറത്ത് കൊണ്ടുവച്ച് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഓട്ടോ ഉള്ളത് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് സർപ്രൈസ് കിട്ടിയിരുന്നു. ഒന്ന് അച്ഛനും അമ്മേനെയും സർപ്രൈസ് ആക്കാൻ വന്നിട്ട് അവള് സർപ്രൈസ് ആയി. അതെ അതെ. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കേക്ക് കട്ട് ചെയ്യുന്നത് കേക്കില്ലത് ആണ്. അത് ശരി. എന്തായാലും അതിഷ്ടായി. മഹാൻ അതായിരിക്കുന്നു, എല്ലാത്തിന്റെ ഉസ്താദായിട്ടുള്ള. കേക്ക് ഞങ്ങൾ അവിടുന്ന് കട്ട് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ അതിനൊന്നും സമയം തികഞ്ഞില്ല. ആമിക്കുട്ടി ആമി അൻസുവിന്റെ എപ്പോഴും ഒരു വടി ഉണ്ടാവും. ആമി എയർപോർട്ടിൽ നിന്ന് വരുന്നില്ല, പിന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് ബോംബെയിൽ എത്തിയപ്പോഴേ ഞങ്ങളോട് പറയാട്ടോ ഇനി ആ എയർപോർട്ടിലേക്ക് തന്നെ പോവാന്ന്, അവിടേക്ക് തന്നെ പോവാ. ഞാൻ പറഞ്ഞ ഒരു കഥയിലാണ് ഞങ്ങൾ പുറത്ത് വന്നത്. 24 മണിക്കൂർ എയർപോർട്ടിൽ നിന്നിട്ടുണ്ട്. അതിന് ശേഷം അവള് പറയാ ഇനി എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വരും, താഴത്തുള്ള സാധനങ്ങളൊക്കെ. സ്പൈഡർമാൻ തന്നെ വേണമെന്നൊന്നുമില്ല അവന് കാർട്ടൂണ്, ഏതാണ് മതി. അൻഷുലേ അമ്മ സീരിയലിന്റെ ആള്. ഇനി അമ്മേന്റെ സീരിയലൊക്കെ പകുതി മുങ്ങും. വേറെ എന്തെങ്കിലും വെച്ചുകൊടുത്ത അപ്പം പറയും കൊക്കമേലൻ. അമ്മ സ്പെഷ്യല് ഗീ റൈസ്. ഇതേതാ മീനമ്മ? ഐക്കോറ. ഫോണൊന്നുമില്ല, ഇനി ഫോണൊന്നുമില്ല കേട്ടോ. അമ്മ കുറച്ചു നേരം കൊടുത്താ പിന്നെ സ്ഥിരാക്കേണ്ടി വരും. ടിവിയിൽ എന്താ ചേക്കണേ? ഞങ്ങളും കഴിച്ചോണ്ടിരിക്കുകയാണ് അമ്മ സ്പെഷ്യൽ. നാട്ടിലെത്തിയപ്പോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴേ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അൻഷു എന്തായിരിക്കും അച്ഛമ്മ ഉണ്ടാക്കിയത് എന്നിങ്ങനെ. എന്താ അൻഷു എങ്ങനെയുണ്ട് ഫുഡ്? ഗുഡ്.
അപ്പൊ നാട്ടിലെ ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും